പവർ ടീം പ്രത്യേകിച്ച് പുതിയ നിയമങ്ങളോ പരിഷ്കാരങ്ങളോ ഒന്നും കൊണ്ടുവരുന്നതല്ല. പവർ ടീമിലുള്ള ഓരോരുത്തരും ഇൻഡിപെൻഡന്റ് ആണ്, ഇൻഡിവിജ്വൽസ് ആണ്. ഞങ്ങൾ പറയുന്ന ഒരു തീരുമാനവും പവർ ടീമിന്റെ നെഞ്ചത്തേക്ക് ഇടരുത്. ചെങ്കോല് പിടിച്ച് എല്ലാരും കൂടി ഒരുമിച്ച് നിന്ന് പറയുന്നത് മാത്രമാണ് ഒരു പവർ ടീം ഡിസിഷൻ ആവുന്നത്. പിന്നെ പവർ ടീമിലുള്ള ഓരോരുത്തരും ഓരോ ഡ്യൂട്ടികൾ പ്രത്യേകം സൂപ്പർവൈസ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ആര് ഏതൊക്കെ ഡ്യൂട്ടി സൂപ്പർവൈസ് ചെയ്യണമെന്ന് സിബിൻ പറയുന്നു. ഇത് സിബിൻ ജിൻഡോയോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവില്. അതേപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ, എല്ലാവരും ഓരോരുത്തരുടെയും പ്ലേറ്റും ഗ്ലാസും ഒക്കെ കഴുകി വെക്കണം. ബെഡ് സ്വന്തമായിട്ട് വിരിച്ചിടണം. ആ ചെങ്കോല് പിടിച്ചുള്ള കാര്യം അതും പൂജയും പറഞ്ഞു. ഇന്നലെ പാതിരാത്രി പുറത്തു വന്ന ആ ഒരു പ്രോമോയില് ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം വൻ കോമഡി ആവാൻ സാധ്യതയുള്ള കുറച്ച് നിമിഷങ്ങളായിരിക്കും ഇത്. എന്തായാലും പവർ ടീമിന്റെ തുടക്കത്തിലുള്ള തീരുമാനങ്ങൾ തന്നെ ഒരു തണുപ്പൻ മട്ടാണ്. ഈ പോയ പോക്കൊക്കെ തന്നെ പോയാൽ മതി, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട എന്നൊരു തീരുമാനമാണെന്ന് തോന്നുന്നു. പക്ഷെ അതൊരു പരിധി വരെ നല്ലതാണ് എന്നും തോന്നുന്നു. കാരണം വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത കേസാണ്. കഴിഞ്ഞ ആഴ്ചത്തെ പവർ ടീം കാണിച്ചൊരു വലിയ അബദ്ധമാണ് മറ്റേ അസംബ്ലി പരിപാടിയും പിന്നെ എല്ലാവരും അവരുടെ പാത്രങ്ങളും കഴുകി വെക്കണം എന്നൊക്കെയുള്ള പരിപാടികളും ഒക്കെ. അതൊന്നും ഇവർ ഏറ്റുപിടിച്ച് കണ്ടില്ല. അതൊരു വളരെ നല്ല തീരുമാനമാണ്, നല്ല കാര്യങ്ങളാണ്. എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു തണുപ്പൻ പവർ ടീമിനെ ഈ ആഴ്ച കാണാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ സിബിൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് അഭിഷേക് എസിനോട്, നിന്റെ സ്ഥാനം ഞാൻ വെറുതെ അലങ്കരിക്കുന്നു എന്നേ ഉള്ളൂ, നീ പവർ ടീമിലെ ഷാഡോ മെമ്പറാണ്, എന്ത് തീരുമാനം വേണമെങ്കിലും നിനക്ക് പറയാം, രഹസ്യങ്ങൾ ഇല്ല ഇവിടെ, ഇത് നമ്മുടെ വീടാണ് എന്ന്. ഇത്രയുമായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. മറ്റു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക്